ഓ, സാന്ത്വനിപ്പിക്കുന്ന ഭാര്യയുടെ അടുത്തുനിന്ന് വന്നതല്ലേ? അപ്പൊ പിന്നെ ഒന്നിനും മറുപടി പറയില്ല. ഐശ്വര്യ, എന്താ നിനക്ക് വേണ്ടേ? എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ അത് നേരെ മുഖത്ത് നോക്കി പറയും. അയ്യോ, ഞാൻ മുഖത്ത് നോക്കി പറയാനോ? ദേഷ്യപ്പെടുന്ന ഭാര്യ പറഞ്ഞാ ഇഷ്ടപ്പെടൂ? പുഞ്ചിരിച്ച് കൊഞ്ചിക്കൊഴഞ്ഞ് ഭർത്താവിനോട് സംസാരിക്കുന്ന ഭാര്യ അല്ലല്ലോ ഞാൻ. അതേടി, പുഞ്ചിരിച്ച് സംസാരിക്കുന്ന ഭാര്യ തന്നെയാ എനിക്കെന്നല്ല ഏത് പുരുഷനും ഇഷ്ടം. അല്ലാതെ ഏത് സമയവും ഇതുപോലെ ദുർമുഖവും കാണിച്ച് കുത്തുവാക്കുകളും പറഞ്ഞു നടക്കുന്ന ഭാര്യമാരെ ഒരു പുരുഷനും ഒരിക്കലും ഇഷ്ടാവില്ല. ഇഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ളവരുടെ കഴുത്തിൽ താലി കെട്ടിപ്പോയില്ലേ, ആ അബദ്ധം പറ്റിപ്പോയത് കാരണം വെറുതെ സഹിച്ച് ജീവിക്കുക പലരും എന്നെ പോലെ. എന്നെ വെറുതെ അങ്ങനെ സഹിക്കണ്ട. അങ്ങനെ ഇഷ്ടമില്ലാത്തവരെ പുഞ്ചിരിക്കുന്ന ഭാര്യ ഇങ്ങ് കൊണ്ടുവരണം. നിനക്കറിയോ, എന്റെ അമ്മയും ആദിയേട്ടനും എന്നെയും നീ ഇപ്പൊ പറഞ്ഞില്ലേ ആ സാന്ത്വനിപ്പിക്കുന്ന ഭാര്യ, അവളെയും ചതിച്ചു. ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് പകരം ഇന്ന് ഈ ബെഡ്റൂമില് നീ പറഞ്ഞില്ലേ ആ സാന്ത്വനിപ്പിക്കുന്ന ഭാര്യ, അവൾ ഉണ്ടാവുമായിരുന്നു എന്റെ കൂടെ. ഇനിയേ ദേഷ്യപ്പെടുന്ന ഈ ഭാര്യയുടെ പ്രകൃതം ഇങ്ങനെ തന്നെയാണെങ്കിൽ ഞാനൊരു പുനർചിന്തനത്തിന് കൂടെ തയ്യാറായെന്ന് വരും. മറക്കണ്ട നീ. എന്നാലും അരുണിനോട് അങ്ങനൊന്നും പറയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതൊക്കെ അരുണിന് വിഷമായി കാണും. അരുണാണല്ലോ. അരുൺ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതില് വിഷമമുണ്ടോ? അല്ല, അരുൺ എന്താ ഒന്നും മിണ്ടാത്തെ? വിഷമിക്കല്ലേ അരുൺ, എല്ലാത്തിനും സോറി. എന്തെങ്കിലും ഒന്ന് പറയരുൺ, ഇല്ലെങ്കിൽ എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. വേണ്ട, ഞാൻ വന്ന് നിന്നെ ഉറക്കിത്തരാം. ഐശ്വര്യ, അത് ഞാനാടി നീ കൈയടക്കി വെച്ചിരിക്കുന്നവന്റെ യഥാർത്ഥ ഭാര്യ ഐശ്വര്യ. പ്രതീക്ഷിച്ചില്ല അല്ലേ? രാത്രി കിന്നാരം പറയാൻ നിന്റെ കാമുകനാ വിളിക്കുന്നേന്ന് കരുതിയല്ലേ? എടി, നീ എന്താ കരുതിയത്? നിന്റെയും അരുണിന്റെയും കപട നാടകം ഞാൻ കണ്ടുപിടിക്കില്ലാന്നല്ലേ? എടി, നീ നിന്റെ രഹസ്യ ഭർത്താവ് വരുന്നതും കാത്തിരിക്കായിരുന്നല്ലേ? വേണ്ടടി, നീ നേരെ ഇങ്ങോട്ട് വാ. ഇവിടെ എന്റെ ബെഡ്റൂം നിനക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു തരാം. ഐശ്വര്യ, ഞാനത് നിർത്തടി. നീ ഓഫീസിലും എന്നെ പറ്റിച്ചു. മാഡം മാഡം എന്ന് വിളിച്ചിട്ട് നീയും അരുണും അവിടെ കുറെ ഡ്രാമ കളിച്ചു. എനിക്കിത്തിരി മനുഷ്യത്വം കൂടിപ്പോയി. അത് നീ അങ്ങ് മുതലാക്കി. നിന്റെ പർദ്ദയും ഒരു ജാസ്മിനും. ഇനി നിനക്കെന്നെ ദ്രോഹിച്ച് മതിയായില്ല അല്ലേ? ഐശ്വര്യ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ ഇനി എന്ത് പറയാൻ? നിനക്കിനി എന്താ പറയാനുള്ളത്? ഇനി നീ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ഒരാൾക്കേ 2 ഭാര്യമാര്. ആ ഏർപ്പാട് ഇനി നടക്കില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല. എന്റെ ഭർത്താവിനെ ഇങ്ങനെ കണ്ണും കൈയും കാണിച്ച് വലവീശി പിടിക്കുന്ന നിന്റെ അഭിനയം ഇനി അത് നടക്കില്ല.
ദേ എല്ലാം എല്ലാം അരുണുമായിട്ടുള്ള ഫോൺ വിളി ഉൾപ്പെടെ എല്ലാം ഇന്ന് ഇപ്പോ ഈ നിമിഷം അവസാനിപ്പിച്ചോളണം. പിന്നെ ഇതിന്റെ പേരിൽ ഒരു സീൻ ഉണ്ടാക്കിയ അരുണ അശ്വതിയുടെ അടുത്ത് സ്ഥിരതാമസമാക്കിയെന്ന് വരും. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യ. ഇരിക്കുന്നുണ്ടില്ലേ ഒന്നും അറിയാത്തതുപോലെ. അശ്വതി, അവളോടുള്ള അരുണിന്റെ ബന്ധം ഞാൻ അവസാനിപ്പിച്ചു തരാം. എടുത്തി ആ ശ്യാമേ, കിച്ചണില് ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അഖിലിനും കൊടുത്ത് നീയും കുടിക്ക്. ഞാൻ എടുത്തിയൊന്ന് സഹായിക്കാന്ന് കരുതി വന്നതാ. അപ്പതേ ചായ ഇഡ്ഡലി ഒക്കെ റെഡിയാക്കി വെച്ചോ? എല്ലാം റെഡിയാ. ഇനി എല്ലാവരും വന്ന് കഴിച്ചാൽ മാത്രം മതി. എടുത്തി ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ചിട്ട് എത്ര കാലമായി? അതിനെന്താ, ഇനിയിപ്പോ എല്ലാ ദിവസം കഴിക്കാലോ. അല്ല, അമൃത എടുത്തിയുടെ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ. ദാ. അയ്യോ, എന്താ ശ്യാമേ? ശ്യാമേ, ശ്യാമേ, ശ്യാമേ. ശ്യാമേ, സാരല്ല, ഒരു കുഴപ്പമില്ല. അയ്യോ ശ്യാമേ, എന്താ എന്തു വെച്ചു മോളെ? ശ്യാമയ്ക്ക് എന്തോ സ്മെല്ല് പിടിച്ചില്ലെന്ന് തോന്നുന്നു. അമ്മേ, എന്തുറ്റി? എന്താ ശ്യാമേ? എടാ, നീ ടെൻഷനൊന്നും ആവണ്ട. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇതൊക്കെ പതിവാ. വോമിറ്റിങ് നിൽക്കുന്നില്ലല്ലോ. അതെ അമ്മേ. അമ്മേ, ശ്യാമേ വന്നേ. ശ്യാമേ വാ. വാ മോളെ. മോളെ ചെയർ നീക്കിയിട. ഇവിടെ ഇരിക്ക. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്ങിൽ വോമിറ്റിങ് പതിവാ. പക്ഷെ ഇത് ഇത്തിരി കൂടുതലാ. ദേ അവള് വല്ലാണ്ട് തളർന്നു. എന്തായാലും അമ്മേ ഹോസ്പിറ്റലിൽ ഒന്നുകൊണ്ട് കാണിക്കണ്ടേ? അമ്മേ, നാളെ സ്റ്റുഡിയോയില് റെക്കോർഡിംഗ് ഉള്ളതാ. വോമിറ്റിംഗ് തുടർന്നാ പറ്റില്ല. ഹോസ്പിറ്റലിൽ പോ. വോമിറ്റിംഗ് തുടർന്ന് മ്യൂസിക് റെക്കോർഡിംഗ് പറ്റില്ല. അത് നന്നായല്ലോ, നോക്കാം. പ്രഗ്നൻസി ടൈമിൽ പറ്റിയ ഒരു ഗൈനക്കോളജിസ്റ്റ് ആരാ ഉള്ളതെന്ന് ആലോചിക്കുക. ആ ഉണ്ടമ്മേ, എന്റെ ഒരു ഫ്രണ്ട് ഡോക്ടറുണ്ട്, ഗൈനക്കോളജിസ്റ്റാ, സൂപ്പർ ഡോക്ടറാ. അമ്മയ്ക്ക് അറിയാം, നമ്മുടെ ഓഫീസിലേക്ക് പോകുന്ന ആദ്യ ടേണിംഗ് ഇല്ലേ, അതിന്റെ ഓപ്പോസിറ്റ്. ഹരിത നായര്. ആ എന്റെ ഫ്രണ്ടാ, ഞാൻ വിളിച്ചു പറയാം. ഡോക്ടർ എനിക്കറിയാം, നല്ല ഡോക്ടറാ. എന്നാ പിന്നെ അധികം താമസിക്കണ്ടമ്മേ. ശ്യാമേ, നമുക്ക് ഡോക്ടറെ കാണിക്കാം. എന്നാ ഞാനും അഖിയും കൂടി പോവാം.
മോള് വരണമെന്നില്ല. ശ്യാമയ്ക്ക് അത്ര കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മ അത് ഞാൻ കൂടി. സാരില്ല എടുത്തി, ഞാനുണ്ടല്ലോ, കുഴപ്പമില്ല. മോനെ വണ്ടി എടുക്ക. ശരി. വാ മോളെ, ശ്യാമേ സൂക്ഷിച്ച് വാ, വാ. വന്നേ. ഡോക്ടർ ഹരിത നായർ. വഴിയുണ്ടാക്കാം. ഐശ്വര്യ, എന്താ വിശേഷം പറയൂ. ഡോക്ടറെ ഒരു ഉപകാരം ചെയ്യൂ. എന്താ ഐശ്വര്യ പറഞ്ഞോളൂ. എന്റെ ബന്ധു ശ്യാമയെ ഡോക്ടർക്ക് അറിയാലോ. ആ ശ്യാമ, റിയാലിറ്റി ഷോ വിൻ ചെയ്ത. ആ അതെ, അവൾ പ്രഗ്നന്റാ. അവളെ കൂട്ടി അമ്മയും അവളുടെ ഹസ്ബൻഡും ഇപ്പൊ ഡോക്ടറെ കാണാൻ വരുന്നുണ്ട്. അതിനെന്താ, വന്നോട്ടെ. ശ്യാമയ്ക്ക് തുടർച്ചയായിട്ട് ഛർദില, മാറുന്നില്ല. അതിന് മെഡിസിൻ വാങ്ങാനാ വരുന്നത്. ആ മനസ്സിലായി. ഛർദി നിൽക്കാനല്ല, അത് നിൽക്കാതിരിക്കാനുള്ള എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ ഡോക്ടറെ? ഐശ്വര്യ എന്താ പറയുന്നേ, മനസ്സിലായില്ല. ഡോക്ടറെ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഛർദിച്ച് ഒടുവിൽ അവളുടെ വയറ്റിലുള്ള കുഞ്ഞുകൂടി പുറത്തു പോകാനുള്ള മെഡിസിൻ ഡോക്ടർ കൊടുക്കണം. ഐശ്വര്യ എന്ത് സ്റ്റുപ്പിഡിറ്റി ആയി പറയുന്നേ. ഡോക്ടർ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ തരാം. എത്ര ക്യാഷ് വേണമെങ്കിലും ചോദിച്ചോളൂ. ഐശ്വര്യ ഇപ്പൊ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചതിരിക്കട്ടെ. ഐശ്വര്യ ഇത്ര സ്വഭാവക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനി മേലാൽ എന്നെ വിളിക്കരുത്, കേട്ടല്ലോ. ഹലോ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ആ ശ്യാമയല്ലേ, വരൂ. വാ മോളെ. ഇരിക്കൂ. നിർത്താതെ വോമിറ്റിംഗ് അല്ലേ ശ്യാമേ? ഡോക്ടർക്ക് മോളുടെ രോഗം എങ്ങനെ മനസ്സിലായി? അല്ല, ഡോക്ടർക്ക് ഇത്ര കൃത്യമായിട്ട് രോഗവിവരം എങ്ങനെ മനസ്സിലായി? അത് ഞാൻ നിത്യവും അനവധി പേഷ്യൻസിനെ കാണുന്നതല്ലേ. ശ്യാമയെ കണ്ടപ്പോ അങ്ങനെ തോന്നി. അതെ ഡോക്ടർ, വൊമിറ്റിംഗ് നിൽക്കുന്നില്ല. പ്രഗ്നൻസിയുടെ ടൈമിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്, പേടിക്കാനൊന്നുമില്ല. ഞാൻ മെഡിസിൻ തരാം, കൃത്യമായി കഴിച്ചാൽ മതി. ഓക്കെ? ശരി ഡോക്ടർ. ശ്യാം ഒന്ന് വരൂ, ചെക്കപ്പ് ഉണ്ട്. ഈശ്വരാ, മോൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവല്ലേ. സൂക്ഷിച്ച്. സാരമില്ല, ഇപ്പൊ എനിക്ക് നല്ല ആശ്വാസമുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് ശ്യാമേ? ശരിക്കും ആശ്വാസമുണ്ട് എടുത്തേ. ആ, ഞാൻ പറഞ്ഞ ഡോക്ടറെ ശ്യാമയ്ക്ക് ഇഷ്ടായോ? ആ, നല്ല ഡോക്ടറാ. അല്ല, ഡോക്ടർ വേറെന്തെങ്കിലും പറഞ്ഞോ? വേറെ ഇല്ല. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേറെ? എന്ത് സ്പെഷ്യല്? ഡോക്ടർ ശ്യാമയോട് കാര്യങ്ങൾ ചോദിച്ചു. പ്രഗ്നൻസി ടൈമില് ഛർദി പതിവാണെന്ന് പറഞ്ഞു. പിന്നെ കൂടുതലായാൽ വൊമിറ്റിംഗ് നിൽക്കാനുള്ള മെഡിസിനും തന്നു.
ആ മെഡിസിൻസ് ആയി ഇരിക്കുന്നത്. അതെ, നമ്മളെല്ലാവരും കൂടി കൂടി നിന്ന് സംസാരിച്ച് ശ്യാമെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ശ്യാമ കുറച്ചു നേരം കിടന്നു, നല്ല ക്ഷീണമുണ്ട്. ശരിയാ, ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ എല്ലാ ക്ഷീണവും മാറും. കിടന്നോ. വാ, കിടക്ക്. കണ്ണടിച്ച് കിടന്ന് ഉറങ്ങിക്കോ. നമുക്കെന്നാ പുറത്തേക്ക് ഇറങ്ങാം. ശരിയാ, നന്നായിട്ട് ഉറങ്ങട്ടെ. ശരി. നന്നായിട്ട് ഉറങ്ങിക്കോ. അമൃതേർത്തി, ആ, ഞാൻ ഇപ്പോഴാ ഓർത്തത്. എന്റെ ലാപ്ടോപ്പ് മുകളിലിരിക്കുക, ഞാനത് എടുത്തിട്ട് വരട്ടെ. ആ. ആ, ലാപ്പ് റൂമിലായി പോയി, ഒരു മെയിൽ അയക്കണം. നിന്റെ റെക്കോർഡിംഗ് മുടക്കാനുള്ള മരുന്ന് ഞാനീ വെച്ചിരിക്കുന്നത്. ശ്യാമേ, ശ്യാമേ, എഴുന്നേൽക്ക്. വാ, വാ, ഈ ചൂടുവെള്ളം കുടിച്ചേ. എന്താ ശ്യാമേ, ഛർദിക്കാൻ തോന്നുന്നുണ്ടോ? കുറവുണ്ട് എടുത്തേ. നീ ടാബ്ലറ്റ് കൊണ്ടുവച്ചിട്ട് കഴിച്ചില്ലല്ലോ. ആ ശരിയാ, ഞാൻ എടുത്തുതരാം. കഴിക്ക്, ഛർദി ഇപ്പൊ നിന്നത് തന്നെ. ടാബ്ലറ്റ്സ് മാറിപ്പോയോ?
അല്ല ഇതിവിടെ ഇരുന്ന ടാബ്ലറ്റ് അല്ലേ? ഇതല്ല, ഇത് വൈറ്റമിൻ ടാബ്ലറ്റ്സാ. ഇതെങ്ങനെ ഇവിടെ വന്നേ? അല്ല സർ, ഈ ടാബ്ലറ്റ് ആണോ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ? നോക്കിയേ. അത് ബി കോംപ്ലക്സ് ടാബ്ലറ്റാ. ഇത് ഈ ടേബിളിൽ ഇരുന്നതാ. ഫാർമസിയിൽ നിന്ന് എങ്ങാനും മാറിപ്പോയതായിരിക്കോ? ചിലപ്പോൾ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. വെയിറ്റ് ചെയ്യ്. ഈശ്വര, ആ ഡോക്ടറിന് ഞാൻ പറഞ്ഞ കാര്യങ്ങള് അഖിയോട് പറയൂ. ഹലോ. ആ ഹലോ ഡോക്ടർ, ഞാൻ ശ്യാമയാ. നേരത്തെ ഞാൻ ഡോക്ടറെ വന്ന് കണ്ടിരുന്നു. ആ മനസ്സിലായി. വോമിറ്റിംഗ് കുറവുണ്ടോ? ഡോക്ടർ, ഫാർമസിയിൽ തന്നതേ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണെന്ന് തോന്നുന്നു. അല്ലല്ലോ, ഞാൻ വോമിറ്റിംഗ് കുറയാനുള്ള ടാബ്ലറ്റ് ആണല്ലോ എഴുതിയിരുന്നത്. പക്ഷേ ഇത് വൈറ്റമിൻ ടാബ്ലറ്റ്സാ. എന്തായാലും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. എന്നാലും ഞാനൊന്ന് ഫാർമസിയിൽ ചോദിക്കാം. ആ ശരി ഡോക്ടർ. എന്തായാലും ആരെങ്കിലും ഒന്ന് ക്ലിനിക്കിലേക്ക് വരൂ. വോമിറ്റിംഗ് നിൽക്കാനുള്ള ടാബ്ലറ്റ്സ് തരാം. ആ ശരി ഡോക്ടർ. ഓക്കെ. മുന്നേ ഐശ്വര്യ എന്നെ വിളിച്ചിരുന്നല്ലോ. ഇനി ഐശ്വര്യ തന്നെ ഒപ്പിച്ച പണിയാണോ?